നവീൻ ബാബു നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നൊമ്പരമായിട്ട് അവശേഷിക്കുകയാണ്. നല്ലൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം അകാലത്തിൽ പൊലിഞ്ഞു. അപ്പോൾ അതിൻ്റെ അന്വേഷണമൊന്നും ആ കുടുംബം വിചാരിച്ചതുപോലൊന്നും നടന്നില്ല. അത് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കും എന്ന് ആ കുടുംബം വിചാരിച്ചു, പക്ഷേ അതൊന്നും നടന്നില്ല. അവർ ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ അവർക്ക് പരാജയമേ സംഭവിച്ചു. കാരണം അവർക്ക് ഈ എതിർഭാഗത്തിനോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള കഴിവ് കാരണം അവർക്കില്ല. ആ രീതിയിലായി. ഇപ്പോൾ പുതിയതായിട്ട് ഇനി അവർ സുപ്രീം കോടതി പോകുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തോ അതിനെക്കുറിച്ച് ഞാൻ ഒരു അഭിപ്രായവും പറയുന്നതുമില്ല. കാരണം ഞാൻ ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജിമെന്റ് ഞാൻ കണ്ടില്ല. എനിക്കതിനെക്കുറിച്ചൊന്നും അതുകൊണ്ട് പറയാനില്ല. ഞാനൊന്നും പറയുന്നതുമില്ല. അവർ നിയമോപദേശം എടുത്തിട്ട് അവരെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ. അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു പരാതി എന്ന് പറയുന്നത് വളരെ കഴമ്പുള്ള ഒരു കാര്യം അവർ പുറത്തു പറഞ്ഞു. അതായത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തത്, ഈ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഫോറൻസിക് എക്സാമിനേഷൻ അയക്കുകയാണ്. കാരണം അതിൽ നിന്ന് ആരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇതൊക്കെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് നവീൻ ബാബുമായിട്ട് ആർക്കൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിയേണ്ടതായിട്ട് വരും. കാരണം അവരെ ഇനി അവർ തുടർന്ന് ജീവിക്കണോ വേണ്ടെന്ന് ഇവർ തീരുമാനിക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യമുണ്ട്. അല്ലെ അവരെങ്ങനെ ജീവിക്കണം എന്ന് ഇവർക്ക് തീരുമാനിക്കണം. അപ്പോൾ ഈ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ശ്രീമതി പി ദിവ്യയുടെയും അതുപോലെ തന്നെ പ്രശാന്തൻ്റെയും ഫോൺ, പ്രശാന്തൻ്റെ കള്ളപരാതി എഴുതി കൊടുത്ത ആള്, ആ പ്രശാന്തൻ്റെയും ഫോൺ അത് വേണ്ട, അത് അയക്കുന്നില്ല. ഫോറൻസിക് എക്സാമിനേഷൻ ആവശ്യമില്ല. അപ്പൊ അതെന്തുകൊണ്ട് അയക്കുന്നില്ല എന്നുള്ള ചോദ്യം വന്നപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്നറിയും? അതിന്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെന്നാണ്. കോൾ ഡീറ്റെയിൽസിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അറിയാം. കോൾ ഡീറ്റെയിൽസിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരികയില്ല. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഫോൺ, ഒരു കോൾ എപ്പോൾ ഒറിജിനേറ്റ് ചെയ്തേക്കുന്നു, എപ്പോൾ അവസാനിച്ചേക്കുന്നു, എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് നീണ്ടു നിൽക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏത് നമ്പറാണ്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഫോണിൻ്റെ തന്നെ നമുക്ക് മറ്റേ ആ ഫോണിൻ്റെ ഒരു നമ്പർ ഉണ്ടോ, IMEI നമ്പർ, ആ IMEI നമ്പർ വരും. ഈ IMEI നമ്പരും അതിൽ കാണും. ഇതല്ലാതെ അത് സിം കാർഡിൻ്റെ അതിൻ്റെ നമ്പരും കാണും, അതായത് ഫോൺ നമ്പരും അത് കാണും. ഇതല്ലാതെ അതിനകത്ത് കോൾ ഡീറ്റെയിൽസിലൊന്നും വരികയില്ല. ഇപ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു, കോൾ ഡീറ്റെയിൽസ് കാണും ഇല്ല. പക്ഷേ അത് ഫോറൻസിക് എക്സാമിനേഷനിൽ അയച്ചാൽ അത് അതിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ പോലും അത് ഉറപ്പായിട്ട് അതിനകത്ത് കാണും, നിർബന്ധമായിട്ടും അതിനകത്ത് കാണും. അപ്പോൾ അതായത് അതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വാട്സാപ്പ് കോളായാലോ അല്ലെന്നുണ്ടെങ്കിൽ, വാട്സാപ്പ് കോളാണെങ്കിൽ ഈ വൈഫൈ കോളിങ്ങിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കോൾ ഡീറ്റെയിൽസിൽ അത് വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മെസ്സേജുകൾ വരികയില്ല, ഒന്നും കിട്ടത്തില്ല. വാട്സാപ്പ് മെസ്സേജ് ഇത് കണ്ട് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താ പരിശോധിക്കാത്തതെന്ന് പറഞ്ഞാൽ വലിയ ഇരട്ടത്തപ്പല്ലേ ഇവർ കാണിക്കുന്നത്. ഇപ്പം ഇവർ ഹൈക്കോടതിയിൽ ഘോരം ഇവർ പ്രോസിക്യൂഷൻ വാദം പറഞ്ഞ് എങ്ങനെയോ അവർക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. കോടതിക്ക് അങ്ങനെ കോടതിയുടെ മുമ്പിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രമേ കോടതിക്ക് ജഡ്ജിമെന്റ് പുറപ്പെടുവിക്കാൻ പറ്റൂ. അപ്പോൾ കോടതി വന്നേക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ അനുകൂലമായ കാര്യങ്ങളായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ആണല്ലോ ഇതുപോലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നേക്കുന്ന പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് വന്നത്, ഗവൺമെന്റ് അനുകൂലമായിട്ട് വന്നത്. അപ്പൊ ഇത് എന്തിനെ ഇവര് ഇങ്ങനെ CBI അന്വേഷണത്തെ ഇവര് നിരുത്സാഹപ്പെടുത്തുന്നുവെന്നും അതിനെ ഭയക്കുന്നു എന്നുള്ളതും എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. എന്തായാലും ഈ ദിവ്യയുടെയും അതുപോലെ തന്നെ പ്രശാന്തന്റെയും ഫോണുകൾ നിർബന്ധമായിട്ടും ഇതോടൊപ്പം തന്നെ ഫോറൻസിക് എക്സാമിനേഷന് വിധേയമാക്കേണ്ടതായിരുന്നു. വിധേയമാക്കുമ്പോൾ അതിൽ കോളുകൾ ഉണ്ടെങ്കിൽ അതായത് ബാക്കി ഇതെല്ലാം മെസ്സേജുകളോ അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജോ വാട്സാപ്പ് കോളോ ഇത് മുഴുവൻ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് വേണമായിരുന്നു, അത് കിട്ടുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെയും അതുപോലെ മക്കളുടെയും ഒക്കെ ആ വിലാപം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ കാര്യകാരണ സഹിതമുള്ളതാണ്. ഇതൊന്ന് കോടതി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അത് കോടതിയിൽ അവർ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല.
ഇത് ആർഗ്യൂ ചെയ്തൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ കാണുന്ന ഇതാണ്, അവർ ഈ പരാതി ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലൊരു പരാതി ഈ ഇൻവെസ്റ്റിഗേഷനെതിരെ. അപ്പോൾ പെട്ടെന്ന് ഇനി ചാർജ് ഷീറ്റ് കൊടുക്കും. കാരണം ബാക്കി അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി കിട്ടി, ഇനി ചാർജ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ചാർജ് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി എന്തോ ആണെന്ന് എനിക്കറിയില്ല ഇനി വരാൻ പോകുന്നത്. പക്ഷേ നീതിയുക്തമായ കാര്യമാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പ്രസ്ഥാനത്തുള്ള പി ദിവ്യയുടെയും അതുപോലെ തന്നെ പ്രതി ഒന്നും ആയിരുന്നില്ലല്ലോ പ്രശാന്തൻ. കാരണം അവൻ പ്രതിയാവത്തില്ല. കാരണം എന്താ, അവന് അതുപോലുള്ള ബന്ധങ്ങളാണുള്ളത്. അതുകൊണ്ടാകുകയല്ല. ആ പ്രശാന്തിൻ്റെ ഫോണുകൾ ഇതേപോലെ തന്നെ ഫോറൻസിക് എക്സാമിനേഷന് അയക്കേണ്ടതുണ്ട്. അത് ചെയ്യണം. അതേപോലെ തന്നെ വേറെ ഒരു പ്രസക്തമായ കാര്യം, ഒരു വീഡിയോഗ്രാഫറെ വിളിച്ചുകൊണ്ട് പോയി ഒരു ലോക്കൽ ചാനലിൻ്റെ ആളുകളെ, അത് ദിവ്യ തന്നെ നേരത്തെ അറേഞ്ച് ചെയ്ത് വിളിച്ചതാണ്. കാരണം അത് ലോകത്തെ ശ്രദ്ധയിൽ മുഴുവൻ കൊണ്ടുവരേണ്ട കാര്യങ്ങളല്ലേ പറയാൻ പോകുന്നത്. പത്രസമ്മേളനം നടത്താൻ വിളിച്ചാൽ ആരും ചെല്ലത്തില്ല. അപ്പോൾ നോക്കുമ്പോൾ എളുപ്പമുള്ള ഒരു മാർഗ്ഗം ഇതാണ്. ഒരു ചാനലിന് എന്തോ ചില്ലറയൊക്കെ കൊടുത്ത് അവരെ വിളിച്ച് കൊണ്ടുവന്നു, ഇതെല്ലാം എടുപ്പിച്ചു. എന്നിട്ട് അയാളെ കൊണ്ട് തന്നെ ഈ എടുപ്പിച്ച വീഡിയോ അന്ന് തന്നെ പത്തനംതിട്ടയിലുള്ള ഒരുപാട് ആളുകൾക്ക്, കാരണം ഇയാളെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ ആ രീതിയെ ആക്ഷേപിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പി ദിവ്യ തന്നെ ഇത് പലർക്കും ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ്. അതിപ്പോൾ ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ എല്ലാ ഫോണുകൾ, അയാളുടെ ഫോണും, അതായത് ഇത് എടുത്ത ആളുണ്ടല്ലോ അയാളുടെ ഫോണും വാങ്ങി അതുപോലെ ഫോറൻസിക് എക്സാമിനേഷൻ നടത്തേണ്ടതാണ്. അതാണ് നീതി, അത് ചെയ്യേണ്ടതാണ്.